കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇഡി നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്ത മലയാള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. 2023 ഫെബ്രുവരി മാസം 14-ാം തീയതി കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ നോട്ടീസ്. ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്നായിരുന്നു മാധ്യമ വാർത്തകളെങ്കിൽ പിന്നാലെ ഇഡിയുടെ തന്നെ ചില വെളിപ്പെടുത്തലുണ്ടായി. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി നോട്ടീസ് അയച്ചതെന്നായിരുന്നു ഇഡിയുടെ പിന്നാലെയുള്ള വെളിപ്പെടുത്തൽ. എന്തായാലും ഈ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും പ്രതിരോധത്തിലാക്കിയത് ചില്ലറയല്ല. മകൾ വീണ വിജയന് പിന്നാലെ മകൻ വിവേക് കിരണിനെതിരെ കൂടി ഇഡിയുടെ അന്വേഷണം വരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പരമാവധി ആഘോഷിക്കുകയാണ് ചെയ്തത്. ഇതിനിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടായി. ആ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല, സ്വപ്ന സുരേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പിന്നാലെ പുറത്തു വന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടുന്നത്. ആ കുറിപ്പ് മറ്റൊന്നുമായിരുന്നില്ല, വിവേക് കിരണിന് ദുബായിൽ UAE-യിൽ ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്. ആ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. UAE കോൺസൽ ജനറൽ തൻ്റെ ബോസായിരുന്ന ആൾ ഒരിക്കൽ പിണറായി വിജയനെ വീട്ടിൽ സന്ദർശിച്ചു. താനും ഒപ്പമുണ്ടായിരുന്നു. അന്ന് മകനും ബാങ്കിലെ ഉദ്യോഗസ്ഥനുമായ UAE-യിലെ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ വ്യക്തിക്ക് വിവേക് കിരണിന് ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ താല്പര്യമുണ്ടെന്നും അതിന് സഹായിക്കണമെന്നും പിണറായി വിജയൻ UAE കോൺസൽ ജനറലിനോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോൺസൽ ജനറൽ സഹായിച്ചു എന്നാണ് വീണ വിജയൻ പറയുന്നത്. വെറുമൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായ വിവേക് കിരണിന് UAE-യിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാനുള്ള പണം എവിടെ നിന്ന് കിട്ടി? ഇതാണ് സ്വപ്ന സുരേഷ് പ്രധാനമായും ആ കുറിപ്പിൽ ഉന്നയിച്ച ചോദ്യം. എന്നിട്ട് അതിൻ്റെ ഉത്തരം സ്വപ്ന സുരേഷ് തന്നെ പറയുന്നുണ്ട്. അച്ഛനും മകനും ഭാര്യയും എല്ലാം ചേർന്ന് കൊള്ള നടത്തുമ്പോൾ ആ കള്ളപ്പണം കൊണ്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാം. സ്വപ്ന സുരേഷിൻ്റെ ഈ വാർത്ത കർമ്മ ന്യൂസ് അടക്കം ആദ്യം മലയാളത്തിൽ നൽകുകയുണ്ടായി. ഇപ്പോൾ ആ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലാണ് വലിയ ചർച്ചയായി മാറുന്നത്. വിവേക് കിരൺ വർഷങ്ങളായി ദുബായും UAE-യും കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. കേരളത്തിൽ അത്രത്തോളം സജീവമല്ല. കേരളത്തിൽ വരുന്നത് പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. വീണ വിജയൻ നിരവധി ആരോപണങ്ങളിൽ പെട്ടപ്പോഴും, പ്രത്യേകിച്ച് മാസപ്പടി കേസ്, ഡോളർ കേസ്, സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ തന്നെ പിണറായിയുടെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ സ്വപ്ന സുരേഷിൻ്റെ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ വീണ വിജയനും കമലാ വിജയനും അടക്കം ആരോപണങ്ങളിൽ പെട്ടപ്പോഴും ഈ വിവേക് കിരൺ ഇതുവരെ ആരോപണങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നു, അല്ലെങ്കിൽ ഒരാരോപണവും വിവേക് കിരണിനെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ആദ്യമായിട്ടാണ് വിവേക് കിരണിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നതും വിവേക് കിരണിനെതിരെ ED സമൻസ് അയച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അതോടുകൂടി വിവേക് കിരൺ കൃത്യമായി തന്നെ ഒരു വിവാദ നായകനായി മാറി. ആരാണ് വിവേക് കിരൺ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനാണ്. എന്താണ് ദുബായിലും അല്ലെങ്കിൽ UAE-യിലും ഇയാളുടെ ബിസിനസ്? ഏത് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്? ഇത്രയും വലിയ കോടികൾ മുടക്കി ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ ഈ വിവേക് കിരണിന് എവിടുന്നാണ് സാമ്പത്തികം? വിവേക് കിരണിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? വിവേക് കിരൺ ഏതെങ്കിലും ബിനാമി ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായിയുടെ ബിനാമിയാണോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെ തരാൻ വിവേക് കിരണിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വീണ വിജയനെതിരെയുള്ള കേസുകൾ എത്രയോ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടും വീണ വിജയനെ ഒന്ന് ചോദ്യം ചെയ്യുന്നതിനപ്പുറം ഒന്ന് അറസ്റ്റ് ചെയ്യാനോ നടപടിയെടുക്കാനോ കേന്ദ്ര സർക്കാരിന് പോലും കഴിഞ്ഞിട്ടില്ല. പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ് 43-44 തവണയാണ് ആ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത്. അപ്പോൾ പിണറായിയുടെ കേന്ദ്രത്തിലുള്ളൊരു പിടി നമ്മൾ ചിന്തിക്കണം. എത്രമാത്രം വലിയ ഹോൾഡാണ് പിണറായിക്ക് കേന്ദ്ര സർക്കാരിന്മേൽ ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വിവേക് കിരണിനെതിരെ ED സമൻസ് അയക്കുന്ന 2023-ലാണ്. സമൻസിന് മറുപടി നൽകുകയോ നേരിട്ട് ഹാജരാവുകയോ ചെയ്തില്ല വിവേക് കിരൺ. എന്നിട്ടും വിവേക് കിരണിനെതിരെ പിന്നീട് ഒരു തുടർ നടപടി ഉണ്ടായില്ല. എന്നിടത്താണ് പിണറായി വിജയൻ്റെ കേന്ദ്ര സർക്കാരിലെ പിടിപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊരു അവസ്ഥ എന്നാലോചിച്ചോളണം. ഇത് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഏതെങ്കിലും സാധാരണക്കാരൻ്റെ മക്കളാണ്
ED-യുടെ സമൻസിന് ഹാജരായില്ലെങ്കിൽ പിന്നാലെ കസ്റ്റഡി, അറസ്റ്റ്, മാധ്യമ വാർത്ത, ജയിലറ, ലോക്കപ്പ്, എന്തെല്ലാം പുകിലായന്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായതുകൊണ്ട് ലോക്കപ്പുമില്ല, അറസ്റ്റുമില്ല, കസ്റ്റഡിയുമില്ല, ഒന്നുമില്ല, എല്ലാം ക്ലീൻ. ഇവിടെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളായി നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും പിണറായി വിജയന്റെ മകനെതിരെ ED കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ദുബായിലെ UAE-യിലെ സ്റ്റാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ ED-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരികയാണ്. വീണയ്ക്ക് പിന്നാലെ വിവേക് രണ്ണിയും പൂട്ടാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി നൽകാനുള്ളത്.